അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. യൂണിവേഴ്സിറ്റി LGS പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്ന ഉദ്യോഗാർത്ഥികളുടെ പഠനവും ജോലി പ്രതീക്ഷിച്ചിരിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ എല്ലാ പ്രതീക്ഷകളും പാഴായി പോകുമോ, അതോ ലാസ്റ്റ് ഗ്രേഡ് ഒരിക്കൽ കൂടി പരീക്ഷ നടത്തുമോ എന്നിങ്ങനെയുള്ള ആശങ്കയിലാണ് ഉദ്യോഗാർത്ഥികൾ എല്ലാം തന്നെ. വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ് യൂണിവേഴ്സിറ്റി LGS 2022 PSC വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലുള്ള യോഗ്യതയായിരുന്നു വിജ്ഞാപനത്തിൽ. 7ാം ക്ലാസ് പാസ്സായിരിക്കണം, ഡിഗ്രി പാടില്ല, ബിരുദധാരി ആവരുത് എന്നാണ് വിജ്ഞാപനത്തിൽ പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ വിവിധ ലാസ്റ്റ് ഗ്രേഡ് വകുപ്പിൽ നിയമനത്തിന് നിശ്ചയിച്ച വ്യവസ്ഥയായിരുന്നു ഇതിലും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ 4 ലക്ഷത്തോളം പേര് അപേക്ഷ സമർപ്പിച്ചു. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലായിട്ട് 5 ഘട്ടമായാണ് പ്രാഥമിക പരീക്ഷ നടത്തിയത്. അതിൽ 3.35 ലക്ഷം പേര് ഉറപ്പ് നൽകിയതിൽ 2.23 ലക്ഷം പേരാണ് പരീക്ഷ എഴുതിയത്. ഇവരിൽ 52,879 പേരുടെ പ്രാഥമിക പരീക്ഷ വിജയിക്കുകയും അവർക്കായിട്ട് കഴിഞ്ഞ ഫെബ്രുവരി 7 മെയിൻ പരീക്ഷ നടത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ മെയിൻ പരീക്ഷയിൽ 48,513 പേര് പരീക്ഷ എഴുതുകയും അതിന്റെ മൂല്യനിർണ്ണയമൊക്കെ പൂർത്തിയായി ഏകദേശം 2,300ഓളം പേരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് നിയമനങ്ങളൊക്കെ നടത്താൻ പോകുന്ന അവസരത്തിലാണ് ഇതുപോലെ ഒരു വിധി ഉണ്ടായത്. ബിരുദധാരികൾക്ക് അവസരം നൽകണമെന്ന് ഹൈക്കോടതി ഒരു വിധി ഉണ്ടാവുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ ആശങ്കയിലാവുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. അപ്പോൾ ഉദ്യോഗാർത്ഥികൾ എല്ലാം തന്നെ ഇതിന് ഇനിയിപ്പോൾ ഒരു പുതിയ നോട്ടിഫിക്കേഷൻ വന്നാൽ 2022 വന്ന നോട്ടിഫിക്കേഷൻ സമയത്ത് അപേക്ഷിച്ച 4 ലക്ഷത്തോളം പേരുണ്ട്. അതിൽ 3.35 ലക്ഷം പേർ ഉറപ്പ് നൽകിയ പ്രാഥമിക പരീക്ഷയിൽ അത്രയും ഉദ്യോഗാർത്ഥികളിൽ 50% ഉദ്യോഗാർത്ഥികൾ ഏജ് ഓവർ ആയിപ്പോയിട്ടുള്ള ധാരാളം ഉദ്യോഗാർത്ഥികളുണ്ട് ഈ 2022, 2023, 2024 വർഷങ്ങളിലായിട്ട്. അപ്പോൾ അങ്ങനെ ഏജ് ഓവർ ആയിപ്പോയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇനിയൊരു അവസരം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്നതിനെ കുറിച്ച് ഇനിയൊരു പുതിയ നോട്ടിഫിക്കേഷൻ വന്നാൽ തങ്ങളെയും കൂടി ഉൾപ്പെടുത്തി ആണോ പരീക്ഷ നടത്തുന്നത് എന്നുള്ള ഒരു ചോദ്യം ഉദ്യോഗാർത്ഥികളുടെ മുമ്പിൽ നോക്കുകുത്തിയായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ ഉദ്യോഗാർത്ഥികൾ അന്ന് അപേക്ഷിച്ച ഉദ്യോഗാർത്ഥികളും ഇപ്പോൾ നിലവിൽ ഏജ് ഓവർ ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളും എല്ലാം തന്നെ തങ്ങളെയും കൂടി പരീക്ഷയിൽ എഴുതാൻ അനുവദിക്കണം എന്ന് ഒരു നിവേദനം ബഹുമാനപ്പെട്ട PSC ചെയർമാനും ബഹുമാനപ്പെട്ട PSC സെക്രട്ടറിക്കും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ഒക്കെ തന്നെ നൽകിയാൽ പിന്നീടുള്ള നടപടികളിൽ ഇനി അഥവാ വീണ്ടും പരീക്ഷ നടത്തിയാൽ തങ്ങളെയും കൂടി ഉൾപ്പെടുത്തി പരീക്ഷ നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തണമെങ്കിൽ ഇങ്ങനെയുള്ള ഒരു നിവേദനം സമർപ്പിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം പുതിയ നോട്ടിഫിക്കേഷൻ വന്നാൽ സാധ്യത അങ്ങനെ വന്നാൽ അതിനകത്ത് ആ സമയത്തുള്ള യോഗ്യതയും ഏജിന്റെ അടിസ്ഥാനമാക്കിയായിരിക്കും നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കുന്നത്. എന്നാൽ ഇതിനു മുമ്പ് പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളും നിലവിൽ റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികളെ ഒന്നും തന്നെ ഉൾപ്പെടുത്താനുള്ള സാധ്യത ഉണ്ടോ എന്നതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനങ്ങളെ കുറിച്ച് നമുക്ക് അറിയാൻ കഴിയുന്നില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ ഒരു കൂട്ടായ പ്രവർത്തനം ആവശ്യമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഏജ് ഓവർ ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ എല്ലാം തന്നെ ഉൾപ്പെടുത്തി പരീക്ഷ നടത്തിയാൽ മാത്രമേ തങ്ങൾക്കും കൂടി അതിനകത്ത് ഏജ് ഓവർ ആയ ഉദ്യോഗാർത്ഥികൾ കൂടി അതിൻ്റെ അകത്ത് പരീക്ഷ എഴുതാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ തങ്ങളുടെ ഏജ് ഓവർ ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ എല്ലാവരും കൂടി കൂട്ടായി ചേർന്ന് നിവേദനങ്ങൾ PSCയിലേക്ക് ബഹുമാനപ്പെട്ട PSCക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ഒക്കെ തന്നെ സമർപ്പിച്ചാൽ മാത്രമേ തങ്ങളുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ തന്നെ ഉദ്യോഗാർത്ഥികളുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ തന്നെ ബഹുമാനപ്പെട്ട സർക്കാരിനെ ബോധ്യപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ സർക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞ് ബോധ്യപ്പെട്ടാൽ മാത്രമേ
ബഹുമാനപ്പെട്ട PSCക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് നൽകുകയുള്ളൂ. ഇനി അഥവാ പരീക്ഷ വന്നാൽ 2022 മുതൽ ഏജ് ഓവർ ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കെല്ലാം തന്നെ പരീക്ഷ എഴുതാവുന്ന രീതിയിൽ തന്നെ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടി ഒരു കൂട്ടായ പ്രവർത്തനം നടത്തേണ്ടത് ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ എല്ലാവരും ആലോചിച്ച് കൃത്യമായിട്ട് ചെയ്യേണ്ടതാണ്. അല്ലാത്ത പക്ഷം പുതിയ നോട്ടിഫിക്കേഷൻ വന്നാൽ അതനുസരിച്ചുള്ള രീതിയിലുള്ള നോട്ടിഫിക്കേഷൻ അപ്പോഴുള്ള സ്ഥിതിവിശേഷം അനുസരിച്ചുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ മുൻകൂട്ടി പ്രിപ്പയർ ചെയ്ത് കാര്യങ്ങൾ നീക്കിയാൽ മാത്രമേ എല്ലാവർക്കും അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ. അതിനുവേണ്ട കാര്യങ്ങൾ എല്ലാ ഉദ്യോഗാർത്ഥികളും കൂട്ടായി ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കണമെന്ന് നിങ്ങളോട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.